മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആശ്രമത്തിൽ നിന്നും ജയും ഭദ്രയും വീട്ടിലേക്ക് മടങ്ങുന്നത്. ആദ്യമൊക്കെ അവിടെ നിൽക്കാൻ നല്ല മടുപ്പ് തോന്നിയെങ്കിലും തിരികെ വീട്ടിലേക്ക് പോകാറായതും അവളെ വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു. ആശ്രമ അന്തരീക്ഷം അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ജയ്ക്ക് അവിടെ വിട്ട് പോരാൻ വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഭദ്രപ്പെണ്ണിനെ തനിച്ചൊന്ന് കിട്ടിയിരുന്നില്ല ഈ 6 മാസത്തിൽ ഒരിക്കൽ പോലും. ഇനി അവൾ തന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നോർക്കവേ അവന്റെ വിഷമങ്ങൾ പാടെ മാഞ്ഞിരുന്നു. അവളുടെ നഷ്ടമായ ഓർമ്മകൾ പതിയെ പതിയെ വീണ്ടെടുത്തിരുന്നു. അതിലൊന്ന് ജയോട് തോന്നിയ പ്രണയം, പറയാൻ മറന്ന പ്രണയം. ഇതെല്ലാം അവളെ നിറഞ്ഞു നിന്നു. പക്ഷെ അന്ന് നടന്ന മറ്റൊരു സംഭവം അവൾക്ക് എത്ര തന്നെ ചിന്തിച്ചിട്ടും ഓർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില കാര്യങ്ങൾ അവളിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിലനിന്നിരുന്നു. ഡെവിയാണ് അവരെ പിക്ക് ചെയ്യാൻ വന്നിരുന്നത്. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് നിറക്കണ്ണുകളോടെ അവൾ കാറിലേക്ക് കയറിയിരുന്നു. ഡെവിയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ജയ് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളുടെ കൂടെ പിൻസീറ്റിൽ ഇരുന്നിരുന്നു. തിരികെയുള്ള യാത്രയിൽ അവരൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ജയയുടെ തോളിൽ ചാരി അവൾ മയക്കം പിടിച്ചിരുന്നു. ഡെവിയുടെ കാർ ഒരു ഇരമ്പലോട് കുരിശെങ്കിലും എത്തിയിരുന്നു. അപ്പോഴേക്ക് സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞിരുന്നു. പതിവിലും വിപരീതമായി ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. ഭദ്രയുടെ മുഖത്ത് സംശയം നിഴലിച്ചു. അവൾ ഒരു സംശയത്തോടെ ജയ്യെ നോക്കി. അവന്റെ മുഖത്ത് സംശയമല്ലാത്ത വേറെന്തോ ഭാവം നിറഞ്ഞതായി അവൾക്ക് തോന്നി. അവൾ ഡെവി ഒന്ന് നോക്കി. മുഖത്ത് നോക്കിയാലേ ഒരു കള്ളലക്ഷണം കാണാം. രണ്ടുപേരും എന്നിൽ നിന്നെന്തോ മറയ്ക്കുന്നുണ്ട് കേട്ടോ, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അത് പറയുമ്പോഴേക്കും അവളുടെ കവിളുകൾ വീർത്തു പോയിരുന്നു. ആ വീർത്ത കവിളുകൾ കാണവേ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൻ അമർത്തി കടിച്ചിരുന്നു. ഭദ്രയുടെ കണ്ണുകൾ ബുൾസെ പോലെ പുറത്തേക്ക് തെള്ളിയിരുന്നു. ആ നിമിഷം അത് കാണെ ഡെവി തിരിഞ്ഞു നിന്നുപോയി. നാണമില്ലാത്തവൻ, തലേ കൈ കൊടുത്ത് ഡെവി പറഞ്ഞുപോയി. അതിന് ജയ് ഒന്ന് പുച്ഛിച്ചു. ഞാൻ കടിച്ചത് എന്റെ ഭാര്യയാണ്, അല്ലാതെ വഴി കൂടെ പോകുന്ന ഭാര്യമാരെ അല്ല. റോഡിൽ നിന്ന് റൊമാൻസ് കളിക്കാതെ അകത്ത് വന്ന് റൊമാൻസിക്കാൻ നോക്കണ പന്നി. ഒരേ ഒരു അളിയനായിപ്പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു. കപട ദേഷ്യത്തോട് ഡെവി പറയവേ, ഒന്നും കാണാനില്ല, ഒന്ന് പോയടവില്ലേ. എന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് വീട് തന്നെ വേണമെന്നില്ല, റോഡായാലും മതി. ജയിൽ പുച്ഛം. ഭദ്ര ഞെട്ടി അവനെ നോക്കി. അപ്പോഴാണ് അവൾ ഞെട്ടിയതിന്റെ കാര്യം അവന് മനസ്സിലായത്. അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഡബിൾ മീനിങ് ആണ്. കുട്ടി കരുതിയതല്ലേ? അത് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചിരുന്നില്ല. എന്നാലും എന്റെ പെണ്ണ് കൊള്ളാലോ. വല്ലാത്ത പുരോഗമനം തന്നെ. പറയവേ ഡെവി കാണാതെ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയിരുന്നു അവൻ. പിന്നെ കുറുമ്പോടെ പറഞ്ഞു, നല്ലത് മാത്രം ചിന്തിക്കു കുട്ടി. അവളെ കളിയാക്കിക്കൊണ്ട് അവൻ പറയവേ, മതി മതി, ഇനി കുറുകുന്നത് അകത്ത് ചെന്നിട്ട് മതി. ഡെവി ആക്കലോടെ പറയവേ, ഇവനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നവനെ ഭദ്ര ഞെട്ടിയൊന്ന് നോക്കി. എന്റെ കർത്താവേ, ഇവന്റെ തൊലിക്കട്ടി. ഡെവി ആരോടെന്നില്ലാതെ മുകളിലേക്ക് നോക്കി പറയുമ്പോൾ ഭദ്രയുടെ കവിളുകളിൽ ജയുടെ വാക്കുകൾ തീർത്ത് നേരെ ചുവപ്പ് പടർന്നിരുന്നു. അകത്തേക്ക് കയറിപ്പോഴേ കേട്ടത് ഒരു മനോഹരമായ പാട്ടായിരുന്നു. ഒപ്പം അടുക്കളയിൽ തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് വന്നതും ഭദ്രയുടെ കണ്ണുകൾ ഒരു വേള തിളങ്ങിപ്പോയി. പപ്പാ വിളിച്ചുകൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു. അയാൾ അവളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരുന്നു. സ്വന്തം അച്ഛന്റെ സ്നേഹം കിട്ടാതെ വന്ന ഒരു കുട്ടിക്ക് അത് കിട്ടുമ്പോഴുള്ള സ്നേഹം നോക്കി കാണുകയായിരുന്നു ഡെവിയും ജയും. ശബ്ദം കേട്ട് മമ്മിയും കിച്ചണിൽ നിന്നും വന്നിരുന്നു. മോള് വന്നോ? അവൾ അയാളിൽ നിന്ന് അകന്നു മാറി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പുണർന്നിരുന്നു. ആ നിമിഷം ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടമായവൾ, അമ്മയെ കൊന്ന് ഭൂമിയിലേക്ക് വന്നവൾ എന്ന പഴി മാത്രം അവൾ കേട്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അവളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ചുറ്റിനും ആളുകൾ നിറഞ്ഞിരുന്നു. അവർക്കിടയിൽ അതിന് സാക്ഷിയായവനും ഉണ്ടായിരുന്നു. അവൾക്കെല്ലാം നേടിക്കൊടുത്തവൻ. അതെ, ഭദ്ര ഈ ഭൂമിയിൽ മറ്റാരേക്കാളും അവനെ പ്രണയിക്കുന്നു. അത് അവനോട് പറയാൻ അവൾക്ക് ഇനിയും കുറച്ച് സമയം ആവശ്യമായിരുന്നു. എന്തിനാണ് എന്നറിയാത്ത താമസം. പപ്പയും അമ്മയും വീഡിയോ കോൾ വഴി അവൾ കണ്ട് സംസാരിച്ചതിനാൽ അവരെ പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവരെ കണ്ട സന്തോഷവും അവളോട് അവർ വന്ന കാര്യം പറയാത്തതിലും അവളുടെ മുഖത്ത് പരിഭവം നിഴലിച്ചിരുന്നു. അവരോട് സംസാരിച്ച് ശ്രീ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. വന്ന സമയത്ത് പാട്ട് എവിടെ നിന്ന് എന്ന് പോലും പെണ്ണ് അവരെ കണ്ട നിമിഷം മറന്നുപോയിരുന്നു. പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭദ്രയുടെ പുറകിലെ വന്നവൾ ചുറ്റിപ്പിടിക്കാൻ നിന്നതും പപ്പയും അമ്മയും കൂർപ്പിച്ചൊന്ന് നോക്കി. എങ്കിലും അവൾ അത് കാര്യമാക്കാതെ ഭദ്രയെ ചുറ്റിപ്പിടിച്ചിരുന്നു. ആ നിമിഷം ഭദ്ര ഞെട്ടിപ്പോയിരുന്നു അവളുടെ ആ നീക്കത്തിൽ. പേടിച്ച് നിലവിളിക്കാനായി ആഞ്ഞതും നാത്തൂനെ കുറുമ്പോടുള്ള ആ സ്വരം കേട്ടതും അവൾ നെറ്റി ചുളിച്ച് പുറകിലേക്ക് തല ചലിപ്പിച്ചതും എന്തിനാ നാത്തൂനെ എത്തി വലിഞ്ഞു നോക്കി കഷ്ടപ്പെടുന്നേ പറഞ്ഞുകൊണ്ട് അവളെ പിടിവിട്ടതും അവൾ തിരിഞ്ഞു നോക്കി. മുന്നിൽ 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കുന്ന പൊന്നുവിനെ കണ്ടതും
ഭദ്ര സംശയത്തോടെ അവളെ നോക്കി. അവൾ പൊന്നുവിനെ മനസ്സിലാകാതെ ചുറ്റും നോക്കുകയാണ്. എന്ത് ക്യൂട്ടാണ് എന്റെ നാത്തൂനെ കാണാൻ. ചുമ്മാതാണോ ഇങ്ങർക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമായത്? കവൾ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പൊന്നു പറയുന്നത്. എന്റെ പൊന്നു, നീ ഇങ്ങനെ കൊച്ചിനെ ശ്വാസം മുട്ടിക്കാതെ. അവൾക്ക് ഒന്നാമത് നിന്നെ അറിയില്ല, അതിന്റെ പുറത്ത് നീ ഇങ്ങനെ കൊച്ചിനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ എങ്ങനാ? മമ്മി ശകാരിച്ചുകൊണ്ട് പറയവേ പൊന്നു സൈലന്റ് ആയി. ഡെവി അവർക്ക് അടുത്തേക്ക് വന്ന് പൊന്നുവിനെയും ഒപ്പം തന്നെ ശ്രീയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീയോടായി പറഞ്ഞു. ഇവൾ ആദ്യം പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ? ഡെവി ചോദിക്കുമ്പോൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. ഇതേമി ചാച്ചന്റെ പൊന്നു, ചുരുക്കി പറഞ്ഞ മോളുടെ നാത്തൂനായി വരും. ഡെവി അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ ഡെവിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. പിന്നെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചാച്ചൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞില്ലേ? ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. അപ്പൊ ചാച്ചന് അനിയത്തി ഇത്രയുള്ളല്ലേ? ഈ ലോകത്ത് അച്ചുവേട്ടൻ കഴിഞ്ഞ സ്വന്തമായി എനിക്ക് ആകെ ഉള്ളത് എന്റെ ചാച്ചനല്ലേ? എന്നിട്ടും എന്നോട് എന്തിനാ ചാച്ച ഇത് മറച്ചു വെച്ച്? തന്റെ ചാച്ചൻ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി, വേദന തോന്നി. അവൾ ആരെയും നോക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറിയിരുന്നു. ഡെവി ദയനീയമായി ജയ്യെ നോക്കി. അവിടെ അതിനേക്കാൾ ദയനീയമായ അവസ്ഥയായിരുന്നു. എമിയാണെങ്കിൽ നന്നായി പോയി എന്ന എക്സ്പ്രഷനും ഇട്ട് നിൽക്കുകയാണ്. പപ്പയുടെയും അമ്മയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു, ഒരു തരം ദയനീയ അവസ്ഥ. ജയ്, ഡെവി വേദനയോടെ വിളിക്കവേ ഞാൻ സംസാരിക്കാം. പെട്ടെന്നറിഞ്ഞൊരു ഷോക്കിലാണ് അവൾ. ഇത്രയും നാൾ നീ ഒരു വാക്ക് പറയാത്തതിന്റെ പിണക്കത്തിലാണ് പെണ്ണ്. പറഞ്ഞുകൊണ്ട് ജയ് ഓരോ സ്റ്റെപ്പുകളായി ഓടിക്കേറിയിരുന്നു. മുറിയിലെത്തിയ ഭദ്ര ആകെ എന്തോ പോയ അവസ്ഥയിലായിരുന്നു. ജയ് പോലെ തന്നോടൊന്നും പറയാത്തതിന്റെ ദേഷ്യം അവൾക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ എല്ലാവരും എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്? ചാച്ചന്റെ അടുത്ത് നിന്ന് ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണുകൾ നിറയുമ്പോഴും അവൾ ഓർത്തിരുന്നില്ല അവരുടെ മനസ്സിൽ അവൾ എത്രത്തോളം വേരുറപ്പിച്ചിരുന്നു എന്ന്. ജയ് മുറിയിലേക്ക് വരുമ്പോൾ ഭദ്ര ജനലോലം ചേർന്ന് നിന്ന് എന്തോ വലിയ ആലോചനയിലാണ്. ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നുണ്ട്. അത് തുടച്ചു മാറ്റാൻ തയ്യാറാകാതെ താഴെ കൊഴുകാൻ വിട്ടിരിക്കുന്ന പോലെ അവന് തോന്നിപ്പോയി. അവൻ അവളുടെ പിറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചതും അവനെ നിന്ന് കുതറി മാറി അവനെ ദേഷ്യത്തോടൊന്ന് നോക്കി പോകാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു. അവൾ അവരെ നോക്കിയ നിമിഷം തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചിരുന്നു. അത് കാണാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ അവളെ ഒറ്റ വലിക്ക് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. അത് പ്രതീക്ഷിക്കാതിരുന്ന പെണ്ണിന്റെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലായി അമർന്നു. അവളുടെ മൃദുലത അവന്റെ ഞെരിഞ്ഞമർന്നു ഞെരിഞ്ഞമർന്നു. അത് അവൾക്ക് ചെറുനോവ് നൽകിയെങ്കിലും മുഖമുയർത്തി നോക്കിയില്ല പെണ്ണ്. അവന്റെ നെഞ്ചിലായി അവളുടെ കണ്ണുനീരിന്റെ ചൂടറിഞ്ഞു. പിന്നൊട്ടും കാക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തിരുന്നു. അവളുടെ അധരങ്ങളെ മാറി മാറി നുണയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവളെ അങ്ങനെ പൊക്കിയെടുത്ത് കട്ടിലിന്റെ അടുത്തേക്ക് നടന്നിരുന്നു അവൻ. ചുണ്ടുകളെ വേർപ്പെടുത്തിയ ആ നിമിഷം കഴുത്തിലേക്ക് സ്ഥാനം പിടിച്ചിരുന്നു. അവളെ കട്ടിലേക്ക് കിടത്തിയതും കുതറിമാറാൻ നോക്കിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവന്റെ ശരീരം പൂർണ്ണമായി അമർന്നിരുന്നു. അവൾ ആ നിമിഷം ദേഷ്യത്തോടെ അവനെ നോക്കി. ഹോ, ഭദ്രക്കൊച്ച് കലിപ്പിലാണല്ലോ പറഞ്ഞുകൊണ്ട് വീർപ്പിച്ച് വെച്ചിരുന്ന ആ കവിളുകളെ കടിച്ചെടുത്തു. അവൾ മുഖം വെട്ടിച്ച് മാറ്റാൻ നോക്കിയതും ആ കവിളുകളെ പൊതിഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഭദ്രേ, നീ എന്റെ കണ്ണിലേക്ക് നോക്കടാ. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. കരയിലെ പൊന്ന, ഡെവിയും പൊന്നുകൊച്ചും നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ പറയാതിരുന്നേ? അല്ലാതെ നിന്നെ മറന്നിട്ട് മനഃപൂർവ്വം പറയാതിരിക്കുന്നതല്ലടാ. ഡെവിയുടെ പൊന്നുവിന്റെ വിവാഹം പണ്ടേ ഉറപ്പിച്ചു വെച്ചതായിരുന്നു. ഡെവിയുടെ പപ്പയുടെ ഫ്രണ്ടിന്റെ മകളാണ് എമി എന്ന പൊന്നുകൊച്ച്. അവൾ പുറത്തായിരുന്നു. പോയിട്ട് 3 വർഷം കഴിഞ്ഞു പെണ്ണെ. നമുക്ക് ഉടനെ അവരെ കെട്ടിക്കണ്ടേ? നീയല്ലേ മുന്നിൽ നിന്നെല്ലാം ചെയ്യേണ്ടത്. എമിയെ നേരിൽ കാണിച്ച് നിന്നെ ഞെട്ടിക്കണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അവനാണ് പറയേണ്ടെന്ന് പറഞ്ഞത്, അതും നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി. ആ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനാ പെണ്ണെ? അതോ നിനക്ക് എമിയെ ഇഷ്ടമായില്ലേ? അവൻ ചോദിക്കവേ ഇഷ്ടമായി. അവളെ സംശയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പറഞ്ഞു പെണ്ണ്. ചാച്ചൻ എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോട് പറയാത്തതിന്റെ വിഷമമായിരുന്നു എനിക്ക്. അല്ലാതെ എമി ചേച്ചി ഇഷ്ടമല്ലാതിരുന്നിട്ടല്ല. എന്നാ പിന്നെ കരയാതെ വന്നേ പെണ്ണെ. പക്ഷെ ഞാൻ ചാച്ചനോട് 2 ദിവസം പിണങ്ങിയിരിക്കും കേട്ടോ. ഇത്ര നാൾ എന്നെ പറ്റിച്ചില്ലേ? പരിഭവത്താൽ അവളുടെ കവിളുകൾ വീർത്തുപോയി.
ഞാൻ ചാച്ചന്റെ ഒരേ ഒരു സഹോദരിയല്ലേ, അപ്പൊ എന്നോട് പറയാത്തന്റെ കുഞ്ഞു ശിക്ഷ കൊടുക്കണ്ടേ? അധികം മിണ്ടാതിരിക്കണ്ട പെണ്ണെ. നീ അവനോട് മിണ്ടാതിരുന്നാൽ അവൻ അത് എന്തുമാത്രം വിഷമമാകും എന്ന് നിനക്കറിയില്ലേ? തന്റെ വേദനകളിൽ കൂടെ നിന്നവന് അവനെ വിഷമിപ്പിച്ചിട്ട് തനിക്ക് എന്ത് നേടാനാണ്? അത് മാത്രമോ, സഹോദരന്മാരായി 3 പേരുണ്ടായിട്ടും ആ സ്നേഹം അനുഭവിക്കാനുള്ള വിധിയില്ലാത്തവളാണ് താൻ. എന്നിട്ടും രക്തബന്ധം പോലും ഇല്ലാതെ തന്നെ ചേർത്ത് പിടിച്ചവനാ ഡെവി. അവനോട് മിണ്ടാതിരിക്കാൻ തനിക്കാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവൾക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടിയിരുന്നു. അവൾ ജയ്യെ നോക്കി അവനോട് മിണ്ടാമെന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടക്കാനായി പോയതും പിന്നെയും അവളുടെ കയ്യിൽ പിടി വീണിരുന്നു. അവൾ സംശയത്തോടെ നോക്കവേ, ഒരു കിസ്സൊക്കെ ആകാം, അവൻ കുറുമ്പോടെ പറയവേ കൂർപ്പിച്ചു നോക്കി പെണ്ണ്. ഹോ, ഇങ്ങനെ കണ്ണുരുട്ടാതെ ഒരെണ്ണം തന്നിട്ട് പോടി, അവൻ കൊച്ചുകുട്ടികളെ പോലെ പറയവേ അവൾക്ക് ചിരിയാണ് വന്നത്. ചിരിക്കൊന്നും വേണ്ട, ഞാനല്ല എപ്പോഴും അങ്ങോട്ട് തരുന്നേ. ഈ പെണ്ണിന് ഒരു വികാരമില്ലേ? പറഞ്ഞു തീരും മുന്നേ അവൾ അവന്റെ ചുണ്ടിനെ കടിച്ചെടുത്തിരുന്നു. പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലെ മൃദുവായ ചുംബനം.